എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയാണെങ്കിൽ ഓരോ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുവാണ് ഗിരിദേവനോടും ബാബയോടും. ഉണ്ണിമോള് പറഞ്ഞു, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ഓരോ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതേ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടിയില്ലേ, മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്തു. ഇനി എന്താ കുഴപ്പം? എനിക്കറിയില്ല ഉണ്ണിമോളെ, എന്റെ മനസ്സിന് വല്ലാത്ത എന്തോ ഒരു ഭയം കേറിയിട്ടുണ്ട്. ഇത് ഉണ്ണിമോൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ഭയം എന്റെ മനസ്സിൽ കേറിയിരിക്കുന്നത്. ഇത്രയും കാലം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതേ ഗിരിദേവനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നല എന്റെ മനസ്സിലെന്ന് പറയാം. ദേ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് മുത്തശ്ശി വിഷമിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. ദേ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഉണ്ണിമോളുണ്ടല്ലോ, പിന്നെ എന്തിനാ മുത്തശ്ശി പേടിക്കണേ? ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ. ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറഞ്ഞാൽ കയ്യിലേക്ക് പോയി പിടിക്കുക. ഗിരിദേവ പറഞ്ഞു, ഗിരിദേവ മുത്തശ്ശിയോട് സങ്കടപ്പെടണ്ടെന്ന്. മുത്തശ്ശി വെറുതെ ഇരുന്ന് കരയുന്ന കണ്ടോ? ഇങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെന്താ കുഴപ്പം? ദേ ആ കണ്ണപ്പൻ ചേട്ടനെ കാണാൻ നമ്മൾ ഇങ്ങോട്ട് വന്നേ. പക്ഷേങ്കില് അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അതിനു മുമ്പ് തന്നെ കണ്ടില്ലേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി തന്നില്ലേ. കണ്ണപ്പൻ ചേട്ടന്റെ കാല് പിടിക്കണമെന്ന് കരുതി ഇരുന്നിട്ട് അവസാനം കണ്ണപ്പൻ ചേട്ടൻ നമ്മുടെ അരിയിലേക്കല്ലേ വന്നേന്ന് ചോദിക്കുക. പിന്നെ മുത്തശ്ശി എന്തിനാ വിഷമിക്കണേ? പിന്നെ എന്തിനു വേദനം? ഇതേ ഗിരിദേവൻ നമ്മുടെ കൂട്ടായിട്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതാ എനിക്കൊരു ആശ്വാസം. പക്ഷെ ഇപ്പോഴെന്തോ എനിക്ക് അതിനേക്കാളും വലിയൊരു ഭയം എന്നെ പിന്തുടരുവാന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ എന്ന് മുത്തശ്ശിയുടെ കൈ പിടിക്കുക. ഗിരിദേവ പിടിക്കാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് മുത്തശ്ശിനെ കൊണ്ട് പുറത്തേക്ക് പോവാണ്. പിന്നീട് ഉണ്ണിമോൾ പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ. അതിനുശേഷം ഗിരിദേവനോട് പറഞ്ഞതേ, ഞങ്ങൾ പോയി തിരുമേനിയെ നിന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് വന്നപ്പോൾ തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനിയെ കണ്ടതും ഉണ്ണിമോൾ പറഞ്ഞു, ആ തിരുമേനി ഒരു സന്തോഷ വാർത്തയാണെന്ന് പറയാ, ഒരു അത്ഭുതം നടന്നു പറയാ. എന്താ അത്ഭുതം? അതെ, എന്റെ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടിയെന്ന് പറയാ. ഇത് കേട്ടോ തിരുമേനി പറഞ്ഞു, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ലെന്ന് പറയാ. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഇതിൽ ഒത്തിരി അധികം കാര്യങ്ങൾ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം വനമാലീശ്വരൻ കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ഒരു പുൽക്കൊടിക്ക് പോലും വനമാലീശ്വരന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് പറയാ. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയായിരിക്കും. കാരണം ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുമെന്ന്. പക്ഷേങ്കില് ഇപ്പൊ എനിക്കത് ബോധ്യമായെന്ന് പറയാണ്. ഉണ്ണിമോള് പറഞ്ഞു, ശരിയാ, കണ്ണപ്പച്ചേട്ടനെ കാണാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ വെച്ച് എന്റെ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടണമെന്നും ഒക്കെ ഒരു പക്ഷേങ്കില് അയ്യപ്പസ്വാമിയുടെ ഇതായിരിക്കും, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇത് ഈ നിൽക്കുന്ന കുട്ടിയിലെ ഇവള് വന്നുകൊണ്ട് മാത്രമാണ് ആ ആടൂര സ്ഥാനത്തെ ആ വിഗ്രഹം, അത് ഞങ്ങൾ അത്ര പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ആ വിഗ്രഹത്തിന് അതിന് ശക്തിയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഈ മോള് കാരണമെന്ന് പറയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റും കൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് പറയാണ്. ഇത്രയും നാളും ഞങ്ങൾ ആ വിഗ്രഹത്തെ ഞങ്ങൾ കണക്കൂട്ടിയിരുന്നില്ല. പക്ഷേങ്കില് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി ആ വിഗ്രഹത്തിന് നല്ല ശക്തി ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എന്നാ ഞങ്ങളിങ്ങ് പോയിക്കോട്ടെ നിൽക്കണം. ശരിയെന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോള് പറഞ്ഞു, അതെ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാന്ന് പറയണം. ആണോ, എന്നാ ശരി, പിന്നെ എപ്പോഴേലും വരുമ്പോ കാണാം എന്ന് പറയാണ്. അങ്ങനെ തിരുമേനിയുടെ യാത്ര പറഞ്ഞ് അവരും കൂടി പോവാ. പിന്നീട് അവിടെയൊക്കെ വനമാലിനെ നോക്കിയപ്പോ അവിടെ എങ്ങും ഉണ്ണിമോള് വനമാലിനെ കാണുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശി എവിടെ ഇരിക്കെ, ഞാൻ പോയി വനമാലിനെ ഒന്ന് നോക്കിയിട്ട് വട്ടെ. വനമാലിയും കൂടെ യാത്ര പറയാതെ എങ്ങനെയാ പോണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വനമാലി ഓടക്കുഴലിൽ വായിക്കുന്ന ആ ഒരു ആലിൻചോട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ എങ്ങും ചെന്നിട്ട് വനമാലിനെ കണ്ടില്ല. വനമാലി ഇത് ഇതിലൂടെ പോയി. വനമാലിയുടെ യാത്ര പറയാതെ എങ്ങനെയാ പോണേ? അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴത്തേനും ഗിരിദേവനും ഭാവയും അങ്ങോട്ട് വന്നു. അല്ല ഉണ്ണിമോൾ എന്താ ഇവിടെ നിന്ന് അന്വേഷിക്കണേ? ആരെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ ആ വനമാലിനെ അന്വേഷിച്ച വനമാലിനെ ഇവിടെ അങ്ങ് കണ്ടില്ല എന്ന് പറയാണ്. സാധാരണഗതിയിൽ ഇവിടെ കാണുന്നതാണല്ലോ, പക്ഷെ ഇന്ന് ഇവിടെ കണ്ടില്ല എന്ന് പറയാണ്. അതാണോ കാര്യം? അല്ല ഉണ്ണിമോൾക്ക് എന്താ ഇത്ര ഇത്? അല്ല വനമാലിയുടെ യാത്ര പറയാതെ എങ്ങനെയാ ഗിരിദേവൻ നമ്മൾ പോകുന്നത്? നമ്മൾ വീട്ടിലേക്ക് പോവല്ലേ എന്ന് ചോദിക്കണം. അപ്പത്തേനും അങ്ങോട്ട് വനമാലി വന്നതേ, വനമാലി വരുന്നുണ്ടല്ലോ എന്ന് പറയണം. വനമാലിയെ കണ്ടതും ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോള് എന്നിട്ട് പറഞ്ഞു, വനമാലി അത് എന്റെ മുത്തശ്ശിയുടെ കാഴ്ചശക്തി തിരികെ കിട്ടി കേട്ടോ. ഇതേ വനമാലീശ്വരന് മാല കെട്ടി കൊടുത്തോണ്ടാ എന്റെ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടിയെന്ന് പറയാം. ഇത് കേട്ട വനമാലി പറഞ്ഞു, ഉണ്ണിമോൾക്ക് സന്തോഷമായില്ലേ നിൽക്കുക? സന്തോഷമായോന്നോ? കണ്ണപ്പച്ചേട്ടനെ കണ്ടാലോ ഇത് എന്റെ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടുവോളെന്ന് ഓർത്ത് ഇരുന്നേന. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതേ വനമാലീശ്വരനാണ് എന്റെ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കൊടുത്ത്. അതുകൊണ്ട് വനമാലിയെ കണ്ടത് നന്ദി പറയണമെന്ന് കരുതി എങ്ങോട്ട് വന്ന്. എല്ലാത്തിനും കാരണം വനമാലിയല്ലേ ഞാൻ ആദ്യം കണ്ടെന്ന് ചോദിക്കാണ്. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, അല്ല
യാത്ര പറഞ്ഞോ, എല്ലാവരുടെയും യാത്ര പറഞ്ഞു നിൽക്കും. ഇത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് വനമാലി ചോദിച്ചാൽ എല്ലാവരുടെയും യാത്ര പറഞ്ഞു ഉണ്ണിമോളെന്ന് ചോദിക്കണം. ഞാൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞു. ഇനിയിപ്പോൾ ആരോടും പറയാനില്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കേ. ഓ, തിരുമേനിയോട് പറഞ്ഞു, പിന്നെ ഇപ്പൊ വനമാലിയോട് പറഞ്ഞു, ഇനിയിപ്പോ വല്യമ്പ്യാര് അയാളോട് ഞാൻ പറയില്ല. അയാളോട് പറയാൻ എനിക്ക് പേടിയാ. അയാളുടെ അടുത്തേക്ക് എന്നിട്ടാണെങ്കിൽ അയാൾ ചിലപ്പോ എന്നെ ചീത്ത പറയും, ചിലപ്പോ എന്നെ തല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് പോവില്ല വനമാലി എന്ന് പറയണം. വേറെ ആരോടും പറയാനില്ല. ഗിരിദേവൻ എന്താ ഉദ്ദേശിച്ചത്? ഗിരിദേവന്റെ മനസ്സിൽ ആരോ ഉണ്ടല്ലോ. ആരെന്ന് പറ ഗിരിദേവ, എങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഗിരിദേവൻ പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ ആരോടാ യാത്ര പറയാത്തെന്ന്? പെട്ടെന്ന് ഉണ്ണിമോൾ ആ കാര്യം എടുത്ത, അയ്യോ, ഞാൻ മുത്തശ്ശീനെ ഒന്ന് വിളിച്ചോണ്ടാ. മുത്തശ്ശി അവിടെ തന്നെ ഇരിക്കുന്നേ, വനമാലിനെ കണ്ടിട്ടില്ല. വനമാലിനെ കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷവും എന്നും പറഞ്ഞിട്ട് ഉണ്ണിമോൾ നേരെ മുത്തശ്ശിനെ വിളിക്കാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ വനമാലിനെ ഞാൻ കണ്ടു, വാ മുത്തശ്ശിനെ കൊണ്ട് പരിചയപ്പെടുത്താം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. വന്നെഞ്ചപ്പത്തേനും ഗിരിദേവനും വാവയും മാത്രമേ ഉള്ളൂ, വനമാലി മാത്രമില്ല. ഗിരിദേവ, വനമാലി എന്തെന്ന് ചോദിക്കാം. വനമാലി പോയെന്ന് പറയണം. പോയോ? ഷോ, കഷ്ടമായി പോയിട്ടോ. എനിക്ക് വനമാലിനെ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെന്താ? അല്ലാതെ മുത്തശ്ശിനെ ഒന്നും കാണിച്ചില്ല. മുത്തശ്ശിനെ കാണിക്കണം, മുത്തശ്ശിക്കും കൂടെ യാത്ര പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് കണ്ണ് കാണാൻ വയ്യായിരുന്ന സമയത്തല്ലേ വനമാലിനെ ഞാൻ കണ്ടത്. അതുകൊണ്ട് മുത്തശ്ശിക്ക് വനമാലിയുടെ മുഖം അറിയത്തില്ലോ എന്ന് പറയണം. അതാണ് കുഴപ്പം. അതൊന്നും സാരമില്ല ഉണ്ണിമോളെ, ഉണ്ണിമോൾക്ക് ഇനിയും കാണാൻ സാധിക്കും പറയണം. അതെങ്ങനെ എനിക്കിനി കാണാൻ പറ്റുന്നേ? അതൊക്കെ കാണാൻ പറ്റും എന്ന് പറയാണ്. പക്ഷെ തെളിച്ചൊന്നും ഗിരിദേവൻ പറഞ്ഞില്ല. ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ചു, അതെങ്ങനെയായിരിക്കും പോലും എന്നോർത്തിട്ട് ഉണ്ണിമോള് പറഞ്ഞു, എന്നാ ശരി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് അവർ നാലുപേരും അങ്ങോട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലേക്ക് വല്യമ്പയാരും കൊച്ചുമോളും വല്യമ്മയുടെ മോളും കൂടെ വരുവാണ്. അവര് തിരുമേനിനെ കണ്ടുപിടിച്ച് തിരുമേനി ചോദിച്ചു, അല്ല തിരുമേനി, ഇവിടെ ആ കടകുപ്പിലെ താമസിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, എന്താ വല്യമ്പേരെ, അവരെ ഇറക്കി വിടാനാണോ? ദേ, അവർക്ക് ഞാൻ അഭയം കൊടുത്തു. അത് വേറൊന്നും കൊണ്ടല്ല, കടകപ്പുരയില്. കാരണം അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാ. ഞാൻ ചെയ്ത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ വല്യമ്പേരെ പറഞ്ഞു, അതെ തന്നോട് ക്ഷമിക്കാനോ അല്ല തന്നെ ശിക്ഷിക്കാനോ ഒന്നും അല്ല ഞാനിപ്പം വന്നേ. പിന്നെ എന്താ കാര്യം? അല്ല, എനിക്ക് അവരുടെ കൊച്ചുമോളെ ഒന്ന് കാണണമെന്ന് പറയാം. കൊച്ചുമോളെ? ആ ഉണ്ണിമോളെ? അതെ, അവരെ എനിക്ക് കാണണമെന്ന് പറയാം. അല്ല, അവരെ എന്തിനാ കാണുന്നേ? അതെ, എന്റെ തലയിലിരിക്കുന്ന ഈ കിരീടം, ഈ തൊപ്പിക്കിരീടം ഊരണമെങ്കിൽ, അല്ല പ്ലാവിലക്കിരീടം ഊരണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരുള്ളൂ പറയണേ. ഇത് കേട്ടൻ തിരുമേനി പറഞ്ഞു, അതെ കൊച്ചുമോളെ പോലെ തുടങ്ങിയോ മുത്തശ്ശനും? ആ തൊപ്പി അങ്ങോട്ട് ഊരിക്കള നമ്പ്യാരെ, എന്തിനാ തലയെ വെച്ചോണ്ടിരിക്കണേ? വെറുതെ കൊച്ചുമോളോട് കളിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇപ്പോഴത് വേണോ? പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും വല്യമ്മയുടെ മോള് പറഞ്ഞു, അതെ അത് വെറുതെ ഉള്ളൊരു കിരീടം അല്ലെന്ന് പറയണേ. വെറുതെ ഉള്ള കിരീടം അല്ലേ? അല്ല, വനമാലിയായിട്ട് ഉടക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും വനമാലി വെച്ചു കൊടുത്ത കിരീടം അത്. പക്ഷെ അത് ഊരാൻ പറ്റില്ല എന്ന് പറയണം. എന്താ ഊരാൻ പറ്റില്ലാത്ത? അത് ഊരിയിട്ടുണ്ടെങ്കിലേ ഇത് പെടഞ്ഞു വീഴുമെന്ന് പറയണത്. പെടഞ്ഞു വീഴും, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. പിന്നീട് തന്റെ ഉറ്റ ചങ്ങാതിയായ ബാലന് പറ്റിയ അപകടത്തെക്കുറിച്ചൊക്കെ പറയണം. തന്റെ കാര്യസ്ഥനായിരുന്നു ബാലൻ. അവനിങ്ങനെ വനമാലിയുടെ വാക്ക് ധിക്കരിച്ച് ആ തലയിൽ നിന്ന് തൊപ്പി വലിച്ചൂരി. പക്ഷെങ്കിൽ ആ സെക്കൻഡിൽ അവന് പിടഞ്ഞു വീണു. പിന്നെ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും തിരുമേനി, ആഹാ, ആകെപ്പാടെ പ്രശ്നമായല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യം ചെയ്യാം, നിങ്ങൾ ആ വനമാലിനെ തന്നെ ഇന്ന് കാണാം. അദ്ദേഹം എന്താ പറയണെന്ന് അറിയില്ലല്ലോ. അദ്ദേഹത്തിനോട് തന്നെ ഈ കിരീടം ഊരാൻ പറ എന്ന് പറയണം. അത് പറ്റില്ല. അതെന്താ? ഞങ്ങൾ വനമാലിനെ പോയി കണ്ടായിരുന്നു. അപ്പൊ വനമാലിയെ പറഞ്ഞ് ഇനി ഉണ്ണിമോളുടെ അടുത്തേയല്ല, ഉണ്ണിമോൾക്ക് ഇത് ഊരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഉണ്ണിമോള് പോയല്ലോ എന്ന് പറയണം. പോയോ? അതെ, അവര് പോയി. അവരുടെ മുത്തശ്ശിയും കൂടെ പോയെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അധികം ദൂരം പോകാൻ വഴിയില്ല, നമുക്കൊന്ന് നോക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരുമേനി അവരോട് അവിടെയെല്ലാം നോക്കണം. പക്ഷെ അവിടെയൊന്നും കണ്ടില്ല. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് 11 ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോകാനായിട്ട് അവർ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ ചെന്നാൽ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറയാം. ഇത് കേട്ടൻ വല്യമ്പാരുടെ മോള് പറഞ്ഞു, അല്ല അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരവിടെ ഇല്ലെങ്കിലോ? പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, തിരുമേനി അവരുടെ അഡ്രസ്സ് ഇങ്ങോട്ട് പറ, ഞങ്ങള് ഒരു കാറും വിളിച്ച് അവരുടെ വീട്ടിൽ പോയി കണ്ടോളാന്ന് പറയാം. ഇത് കേട്ടൻ തിരുമേനി പറഞ്ഞു, അഡ്രസ്സ് എനിക്ക് അറിയില്ല എന്ന് പറയണ. അറിയത്തില്ലേ? അതെ, പേരും നാളും മാത്രമേ ചോദിക്കാറുള്ളൂ. അതിന് വരുന്നവരുടെ വീട്ടുപേരും അഡ്രസ്സും ഒന്നും ചോദിക്കാറില്ലല്ലോ വല്യമ്പേരെ. അതുകൊണ്ട് പിന്നെ എങ്ങനെയാ എനിക്ക് അവരുടെ വീടോ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്യമ്പേർക്ക്. വല്ലാത്ത ടെൻഷനായി പോയി. വല്യമ്പേർ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വല്ലാത്തൊരവസ്ഥയാണല്ലോ പെട്ടിരിക്കുന്ന ഓർത്തുകൊണ്ട് അവരവിടെയൊക്കെ നോക്കുകയാണ്. അവിടെയെങ്കിലും ഇല്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇനിയിപ്പോ ഈ പ്ലാവില കിരീടം തലേന്ന് എടുക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചപ്പോ അവർക്ക് നല്ല ടെൻഷനായി. ആ സമയത്ത് കൃഷ്ണ ഭഗവാൻ അവിടെ മാറി ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഭഗവാനോട് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുവാണ് വല്യമ്പേരും കൊച്ചുമോളും ഒക്കെ. ദൈവമേ, ഈ പ്ലാവിലക്കരുടെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണേ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് കൃഷ്ണഭഗവാൻ അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയും ഗിരിദേവനും വാവയും ഉണ്ണിമോളും കൂടെ വണ്ടി നോക്കി റോഡിനവിടെ നിൽക്കുക.
അപ്പം മുത്തശ്ശിയോട് ഉണ്ണുമോള് പറഞ്ഞു കുറെ സമയമായാലും നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടൊരു വണ്ടി പോലും വന്നില്ലോ എന്ന് പറയണം. വണ്ടി വരും, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറയണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാർ അങ്ങോട്ട് വന്ന് അവളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. കാറിനകത്ത് നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടപ്പോഴത്തേനും ഉണ്ണിമോൾ ഓടിച്ചെന്നു വലിയച്ചാന്നും വിളിച്ചോണ്ട്. അത് ജയനായിരുന്നു വന്നേ. ജയൻ പറഞ്ഞു, ആഹാ ഉണ്ണിമോളോ, അതെ നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നാ. അതെ അമ്മേ ഞാനാ ജയൻ എന്നൊക്കെ പറഞ്ഞു ചെല്ലുവാണ്. അതെ ആ മുത്തശ്ശിക്ക് വല്യച്ഛനെ മനസ്സിലായെന്ന് പറയാം. മനസ്സിലായോ? അതേനെ ഇതേ ഇപ്പൊ മുത്തശ്ശിക്ക് കണ്ണ് കാണാന്ന് പറയണേ. കണ്ണ് കാണാവോ? അതെ മുമ്പത്തെ പോലെ ഒന്നും അല്ല, മുത്തശ്ശിക്ക് കാഴ്ചത്തെ തിരികെ കിട്ടി വല്യച്ചാന്ന് പറയണേ. അത്ഭുതമായിരിക്കുന്നുള്ള ജയന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുവായിരുന്നല്ലോ പറഞ്ഞേ, ഒന്നാം കുന്നിലേക്ക് പോകുന്ന കാര്യമല്ലേ പറഞ്ഞേ? അതെ ഒന്നാം കുന്നിലേക്ക് പോകാനായിട്ടാ വന്നേ, പക്ഷെ ഗിരിദേവൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങോട്ടാ. ഇവിടെ വന്ന് മാല കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഇതേ മുത്തശ്ശിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടിയെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അതെ മോനെ എനിക്കിപ്പോൾ കാഴ്ചശക്തി തിരികെ കിട്ടി, എനിക്ക് നിന്നെ എല്ലാം കാണാം, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കണ്ണിന്റെ പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് പറയണം. ജയൻ പറഞ്ഞു, അത്ഭുതം. പെട്ടെന്ന് ഉണ്ണിമോളെ ഞങ്ങൾ കുറെ സമയം ഇവിടെ നോക്കി നിൽക്കുന്ന ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഇതേ വല്യച്ഛനെ കാണുന്നതെന്ന് പറയാം. അതെ ശരിയാ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരും, തിരിച്ചു വരുന്ന വഴിയാന്ന് പറയണം. പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് പോയാലമ്മയെന്ന് ചോദിക്കണം. പോയേക്കാന്ന് പറയണം. പെട്ടെന്ന് ജയൻ ആ കാര്യം എടുത്ത, അയ്യോ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറയട്ടെ, മിനിയെ ഒന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മിനിയുടെ വിളിക്കുവാണ്. അങ്ങനെ ഫോൺ വിളിച്ചു കഴിയുമ്പോൾ മിനി അനസൂയയുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ എന്താ ചേട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. അതെ ഞാൻ ഉണ്ണിമോളെ അമ്മേനെയും കണ്ടെന്ന് പറയണേ. എവിടെ വെച്ച്? അല്ല ഞാൻ സ്വർണം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലേ ഇവിടെ നിൽക്കുന്നുണ്ടു. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി. പക്ഷെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? അമ്മയുടെ കാഴ്ചശക്തി തിരികെ കിട്ടിയെന്ന് പറയാണ്. ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് കണ്ടു കാണാന്ന് പറയാ. ഇത് കേട്ടത് ഒരു നിമിഷം സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിനി നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അത് മാത്രമല്ല ഉണ്ണുമ്പളുടെ അയ്യപ്പസ്വാമിയുടെയും കൂടാതെ എല്ലാവരുടെയും വിശേഷങ്ങള്, ഗൗതമിന്റെ നന്ദയും ആദർശനും നയനയുടെയും ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഒക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ ആ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.